സ്പ്രേയും കൂടെ ചോദിച്ചോട്ടെ? ദാ അവിടെ ഇരിക്കുന്ന സ്പ്രേയും കൂടെ എടുത്ത് ഞാൻ അടിച്ചോട്ടെ? മര്യാദയ്ക്ക് ഇറങ്ങി പോവണ്ടേ? മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പോ. നിന്നോട് ഇറങ്ങി പോവാനല്ലേടി പറഞ്ഞത്? എന്താ പറ്റി? അമ്മ, ഈ ആന്റി എന്നെ തള്ളിയിട്ടു. എന്നെ തല്ലാനും മാത്രം നിനക്ക് ധൈര്യം ഉണ്ടല്ലേ? എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ കഴിഞ്ഞു അരിഞ്ഞെടുക്കും. അമ്മേ സേനാധിപതിയാക്കിയാലോ? ഇപ്പൊ തന്നെ ഈ അടി പണ്ടേ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. ഇപ്പൊ നീ അത് ചോദിച്ചു മേടിച്ചു. എന്തിനാണ് ഇവള് നിന്നെ പിടിച്ചു തള്ളിയത്? അതമ്മേ, ഞാൻ ലിപ്സ്റ്റിക് എടുത്തതിനാ. നീ എന്തിനാണ് ഇവളുമാരുടെയൊക്കെ സാധനം എടുക്കാൻ പോകുന്നേ? ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്. സോറി സേനാധിപതി. അല്ല അമ്മേ, ഇനി ഞാൻ എടുക്കില്ല. കണ്ടില്ലേ, ഇവൾ എന്തെങ്കിലും കുറ്റം ചെയ്താ ശാസിക്കാൻ അവളുടെ അമ്മയായ ഞാൻ ഇവിടെയുണ്ട്. ഇനി എന്തിന്റെ പേരിലായാലും എന്റെ മോളെ വേദനിപ്പിച്ച പല്ല് 32 അടിച്ച് ഞാൻ താഴെ ഇടും. ഈ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി അച്ചു എന്റെ മുറിയിൽ എങ്ങാനും പോയിരിക്കും. മനുഷ്യനെയും മൃഗത്തെയും തിരിച്ചറിയാത്തവരോട് മേലിൽ നീ കളിക്കാൻ പോവരുത്. ചെല്ല്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ മാത്രമാണ്. ആരോടെങ്കിലും ഒരു തുറന്നു പറച്ചിലിനോ അതുവഴി കിട്ടുന്ന ഒരു ആശ്വാസത്തിനു വേണ്ടി പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടേത്. മനസ്സിലുള്ള കാര്യം മുഖത്ത് പ്രതിഫലിച്ച എന്നും നമ്മളെ കാണുന്നവർക്ക് അത് മനസ്സിലാവും. പ്രത്യേകിച്ച് അച്ഛന്. എല്ലാത്തിനും ഒരു അവസാനം കാണാൻ കാത്തിരിക്കുന്ന നമ്മള് ഇതിനിടയ്ക്ക് മറ്റുള്ളവർ കൂടി ഒരു സമാധാനക്കേട് ഉണ്ടാക്കണ്ട. ഡിവോഴ്സ് പെറ്റീഷന്റെ പേപ്പർ സച്ചേട്ടൻ കണ്ടോ? സച്ചേട്ടാ, സച്ചേട്ടൻ പോയോ? ഇതെപ്പോ പോയി? ഇന്നലെ ഈ ബെഡിൽ വെച്ച പേപ്പർ എവിടെ പോയി? സന്ദീപേട്ടാ, സന്ദീപേട്ടാ. എന്താടി? എന്റെ റൂമിലെ ആ 2 വീലറിന്റെ കീ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തേരോ? ഇനി തിരിച്ചു കയറണമെന്ന് കരുതിയിട്ടാ. എന്റെ ഫ്രണ്ടിലുണ്ട്. ശരിയടി, ഞാൻ ഇറങ്ങാൻ പോവാ. ഇപ്പൊ ഇറങ്ങും. കയ്യിൽ കൊണ്ട് തന്നാൽ എന്താ നിനക്ക്? സ്നേഹ, ഇപ്പൊ തന്നെ എത്തും. സ്നേഹ. ഏട്ടാ, ഒരു മിനിറ്റ്. വാ, പോവാം. ഏട്ടാ, ഏട്ടനോടൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇന്നാളെ എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, എന്റെ ഒരു ക്ലാസ്മേറ്റ് നീതുവിനെ പറ്റി. അനിയത്തിയുടെ എന്തോ ഒരു ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞ? അത് തന്നെ. ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ആയെന്ന് അവള് പറഞ്ഞു. അപ്പൊ നമ്മള് കൊടുക്കാന്ന് പറഞ്ഞ പണം അതാരാ ഉത്തരവാദിത്തപ്പെട്ടതെന്ന് വെച്ചാ ഓഫീസിലേക്ക് വരാൻ പറ. ശരി ഏട്ടാ.
ആ നീ വേഗം വന്ന് വണ്ടി കയറ്. ഞാൻ സ്കൂട്ടറിൽ പൊക്കോളാം ഏട്ടാ. എനിക്ക് അലീനയുടെ വീട് വരെ പോയിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് വാങ്ങണം. ഞാനിപ്പോൾ ഏട്ടൻ്റെ കൂടെ വന്ന ഏട്ടൻ ലേറ്റ് ആവും. ശരി. ആ സച്ചി ഓഫീസിലേക്കാണോ? ആ അതെ, എടുത്ത് വരുന്നില്ലേ? ഞാനിന്ന് കുറച്ച് ലേറ്റ് ആവും. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. സച്ചി പോക്കോ, ഞാൻ വന്നേക്കാം. ആ എടുത്തി, നമ്മുടെ ടൗണിലെ ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷന് കുറച്ച് ലീഗൽ പ്രോബ്ലംസ് ബാക്കിയുണ്ട്. ഏട്ടത്തി ഓഫീസിലേക്ക് വരുന്ന വഴി നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് ടൈം കിട്ടില്ല, അതാ. ആ അത് ഞാൻ ഡീൽ ചെയ്തോളാം. ശരി എടുത്തി. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ. സച്ചിദാനന്ദൻ എസ്, അർച്ചന വീടി. ഇത് ഡിവോഴ്സോ? ഓഹോ, അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഈ വീടിനുള്ളിൽ അവന്തികയുടെ പ്ലാനിങ് മാത്രമല്ല, എക്സ്ട്രാ പ്ലാനിങ്ങും നടക്കുന്നുണ്ട്. ഈ വക്കീൽ നോട്ടീസിനുള്ള അന്തിമ വിധി ഞാൻ നടപ്പിലാക്കുന്നുണ്ട്. അർച്ചന, അർച്ചന. ആ അർച്ചന മോളിൽ നിൽക്കായിരുന്നോ? ഞാനിന്ന് ഓഫീസിൽ പോകാൻ കുറച്ച് വൈകും. ഒപ്പിടേണ്ട ഫയൽസൊക്കെ ഇങ്ങോട്ട് കൊടുത്തുവിടാൻ ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവരുമ്പോൾ ഒന്ന് വാങ്ങി വെച്ചേക്കണം. എനിക്ക് രാവിലെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടാതാ. വാങ്ങി വെച്ചേക്കാം. ശരി. അർച്ചനയ്ക്ക് എന്തു പറ്റി? ഒരു വല്ലായിക പോലെ. ഏയ് ഒന്നുമില്ല. ആ ആ ചെയറിനടുത്തൊരു പേപ്പർ എടുപ്പുണ്ടല്ലോ. എവിടെ? ദേ അവിടെ. ആ അമ്പിളിയെ വിളിച്ച് വേസ്റ്റ് പേപ്പർ കളയാൻ പറയണേ. ആ ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോ നീ മൊട്ടയായിരിക്കും. അമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നീ വിഷമിക്കണം. ഇല്ലാത്ത പൈസ മുടക്കി ഒരു എണ്ണ വാങ്ങിച്ചു തന്നിട്ട് എന്തായി? നീ 2 ദിവസം തേച്ചു, അതിപ്പോ കാണാനുമില്ല. അത് 2 ദിവസം തേച്ചപ്പോഴാ മുടി കൊഴിച്ചില് കൂടിയത്. എന്തേത്? ഏത്? ഇതൊക്കെ എന്താന്നാ ചോദിച്ചേ? ഇത് മുടി. ആന്റി ആദ്യമായിട്ടാണോ മുടി കാണുന്നത്? ഇവിടെ ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ മുടി ചെയ്യാനായിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും മുറിയുണ്ടോ? ഇവക്ക് ഭയങ്കര മുടി കൊഴിച്ചില്. നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോളാം. വേണ്ട. പിന്നെ ആന്റി തൂക്കൂ.
ദേ കൊച്ചേ, നിന്റെ വർത്താനം എനിക്കങ്ങോട്ട് ഈ മുറിയിൽ ഇതൊന്നും പറ്റില്ലെന്നാ പറഞ്ഞത്. പറ്റും, ഞങ്ങൾ ചെയ്തോണ്ടിരുന്നല്ലേ, അപ്പോഴല്ലേ ആന്റി കയറി വന്നത്. ഓ, ഉള്ള സമാധാനം കളയാൻ. അല്ല, എന്താ നിന്റെ പ്രശ്നം? നിങ്ങളാണ് എന്റെ പ്രശ്നം. എന്റെ മുറിയിൽ ഇരുന്ന് മുടി ചെയ്യുന്നതും തറയിൽ മുടി ഇടുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ആ, അതേ മുടി കണ്ടാലറിയാം, ആകെ ജട പിടിച്ച് കാളവാല് പോലെ. ഞാൻ മുടി ചെയ്യാറൊക്കെ ഉണ്ട്. എവിടെ ഇരുന്ന്? ദേ ഇവിടെ ഇരുന്ന്. ആഹാ, അപ്പൊ നിനക്കാകാവോ? എന്നെ എഴുതി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവറ്റകളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്താൻ. ചേച്ചിക്കായിരുന്നു വലിയ നിർബന്ധം. നീ അങ്ങനെ പറഞ്ഞിട്ട് നിന്റെ ചേച്ചി കേട്ടില്ലെങ്കിലേ നിന്റെ അവിടുത്തെ വില മനസ്സിലാക്കിക്കും. നിങ്ങളെക്കാളും വിലയുണ്ട് എനിക്ക്. വലിഞ്ഞു കയറി വന്നതും പോരാ, ഭരിക്കാൻ വന്നിരിക്കുന്നു. അതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഒരു കുട്ടിപ്പിശാശും. അതെങ്ങനാ? പിടിപ്പ് കെട്ട ഒരു ഭർത്താവല്ലേ ഉള്ളത്. അപ്പൊ ഭാര്യയും മകളും ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നാശങ്ങള്. സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ വലിച്ച് പുറത്തിടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്നെ കയറി ചൊറിയാൻ വരരുതെന്ന്. ഇതുപോലെ ഇനിയും നീ ഓരോന്ന് പറഞ്ഞോണ്ട് വന്നാ ഈ മീരാരെന്ന് നീ ശരിക്കും അറിയും. അതെ, അമ്മയോട് അധികം കളിക്കാൻ നിക്കണ്ട. അമ്മ പണ്ട് കരാട്ട പിടിച്ചിട്ടുള്ളതാ. ആ, അമ്മയുടെ കയ്യിൽ ബ്ലാക്ക് ബെൽറ്റും ഉണ്ട്. ആരുടെ? അച്ഛന്റെ അല്ല, അമ്മയുടെ. ആന്റിയുടെ മുടി ഞാൻ ചെയ്യട്ടെ? എന്താ മോളെ, എന്തു പറ്റി? ഈ ടോർച്ചർ എനിക്ക് സഹിക്കാൻ വയ്യ ചേച്ചി. നീ കാര്യം എന്താന്ന് പറ. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ കൈ ഞാൻ അരിഞ്ഞെടുക്കും. ചേച്ചി, മുറിയിലിരുന്ന് നീരെ മുടി കെട്ടിക്കൊടുക്കായിരുന്നു. മുറി മൊത്തം വൃത്തികേടായിട്ടിരിക്കായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു ചേച്ചി. ഒന്ന് വന്ന് കണ്ടു നോക്ക് റൂം. ആകെ അലങ്കോലായിട്ടിരിക്കുന്ന കണ്ട് എനിക്ക് ദേഷ്യം വന്നു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ വലിച്ച് പുറത്തിടും. നീ വാ. നീ അതിന് തന്നെ. ഇല്ല, തരില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇല്ല, എടി, ഇല്ല, ഫോൺ ഒന്ന് തരാൻ. തരത്തില്ല. എന്നെ വേണമെങ്കിൽ ഓടി പിടിച്ച്. ശ്ശോ, ഈ പെണ്ണിന് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല. മീര, മീര, എന്താ? അയ്യോ, അവന്തിക മേടായിരുന്നോ? ഞാൻ വിചാരിച്ചു. മീര അനഖയും തമ്മി എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ടാണോ എന്റെ തല പിടിച്ച് ചുവരിലിടിച്ചത്? തല ചുമരിലിടിച്ചോ? ആര്? എപ്പോ? കുറച്ചു മുമ്പല്ലേ എന്നെ അവിടെ വെച്ച് ഇടിച്ചത്. ഓ, അതങ്ങനെ ഇടിച്ചതൊന്നുമല്ല. മതി, എന്തിന്റെ പേരിലായാലും ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അത് മാഡത്തിന്റെ അനിയത്തിയുടെ വായിന്ന് പറയാൻ പാടില്ലാത്ത കുറച്ച് വാക്കുകൾ വന്നപ്പോഴേ ഞാനൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചതാ. അത് കൂട്ടിച്ചോദിക്കാൻ വന്നതാണോ? ആ, ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ദേ, ഞാനൊരു കാര്യം പറയാം. ഈ പുന്നാര അനിയത്തി ചെയ്യുന്നതിനൊക്കെ ചോദിക്കാൻ നടന്ന് മാഡത്തിന്റെ ഉള്ള വില കൂടി കളയരുത്. ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലുള്ളവരോടെല്ലാം സ്നേഹവും അതിനപ്പുറം ബഹുമാനവും ഉള്ള ആളാ ഞാൻ. അതിൽ കുറച്ചെങ്കിലും ഇങ്ങോട്ടും വേണോന്ന് ആഗ്രഹമുണ്ട്. തങ്കം പോലത്തെ മാഡത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു അനിയത്തി കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. മാഡത്തിന് നല്ല തിരക്കായതുകൊണ്ട് ഈ അനിയത്തി ഉപദേശിച്ച് നേർവഴിക്ക് നടത്താനൊന്നും സമയം കിട്ടി കാണൂലല്ലേ? സാരമില്ല, എനിക്ക് സമയമുണ്ട്. ഞാൻ മാഡത്തിന് ഫ്രീ ആയി ഒരു ഉപദേശം തരാം.
എന്നെ അടിച്ചു, എന്നെ നുള്ളി, എന്നെ മാന്തി, എന്നെ പിച്ചി, കൊഞ്ഞനും കുത്തിന്നൊക്കെ ദേ ഈ കൊച്ചു പറയുമ്പോ അതിന്റെ പുറകെ ഇറങ്ങരുത്. അത് മാഡത്തിന് തന്നെ നാണക്കേടാവും. ചേച്ചി നീ നിനക്ക് കിട്ടുന്നത് നിനക്ക് മാത്രം ഉള്ളത്. അതിന്റെ പങ്ക് പറ്റാൻ നീ നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് വരരുത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നീ മര്യാദ പഠിക്കും. പഠിപ്പിക്കും നിന്നെ ഞാൻ, കേട്ടോ? അച്ഛാ, അച്ഛനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? വരുമ്പോ എന്നെ കണ്ടിട്ടേ പോകാവെന്ന് അമ്പിളിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ ഞാനിവിടെ വന്നിരുന്നത്. എന്താ അച്ഛാ, എന്താ കാര്യം? ഈ കുടുംബത്തിലൊരു കാര്യം നടക്കുമ്പോ ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത്. എന്നാൽ ഇനി മുതൽ അത് ശരിയല്ലെന്ന് തോന്നി. അതാ നിന്നോടും കൂടി അഭിപ്രായം ചോദിക്കാന്ന് കരുതിയത്. എന്താ അച്ഛാ? ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അതെന്റെ മക്കൾ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്നൊരു അനാവശ്യ ചിന്ത ഇപ്പൊ എന്നെ പിന്തുടരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സന്ദീപിനെ കൊണ്ട് അനഘയെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അവൻ എന്റെ മകനെന്ന പോലെ തന്നെ നിന്റെ അനിയനുമാണ്. ഒരു ഏട്ടനെന്ന് പറഞ്ഞ അച്ഛന് തുല്യ. നിനക്കുണ്ട് സന്ദീപിന് മേൽ അധികാരവും അവകാശവും ഒക്കെ. അതാ അച്ഛൻ നിന്നോട് ചോദിക്കുന്നത്. അനഘ ഈ വീട്ടിലൊരംഗമാ. നമ്മുടെ എല്ലാം കൺവെട്ടിൽ തന്നെ വളർന്ന കുട്ടി. അവളെക്കുറിച്ച് എനിക്കെന്നല്ല, വേറെ ആർക്കും ഒരെതിരഭിപ്രായം ഉണ്ടാവില്ല. എങ്കിലും അവന്തിയടുത്തിയോടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തുന്നതല്ലേ അച്ഛൻ നല്ലത്? അവന്തിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അനഘയോട് സംസാരിച്ചിട്ട് പറയാന്നവള് പറഞ്ഞു. എടുത്ത് ചോദിക്കട്ടെ, അനഘയ്ക്കും എതിർപ്പൊന്നും ഇല്ലെങ്കിൽ പിന്നെ വേറെ കുഴപ്പമൊന്നും വരാനില്ലല്ലോ. സന്ദീപിനോട് കൂടി ഒന്ന് ചോദിക്കണോ അച്ഛാ? ഇനി നമ്മളെല്ലാം ഒന്ന് തീരുമാനിച്ചിട്ട് അവന്റെ മനസ്സിൽ രണ്ടാമതൊന്ന് തോന്നിയാ അതെല്ലാവർക്കും വിഷമാവും. അവന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. എന്റെ മക്കളെ എനിക്ക് വിശ്വാസ. നിന്റെ അർച്ചനയുടെ വിവാഹം ഞാൻ തീരുമാനിച്ചു വന്നല്ലേ. എന്നിട്ട് നിങ്ങൾക്കിതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. മക്കൾക്ക് നല്ലതേ അച്ഛൻ തിരഞ്ഞെടുക്കൂ. നിന്നെ അർച്ചനയും പോലെ സന്ദീപ് അനഘയും ജീവിക്കണം. അതിനാ സന്ദീപിന് വേണ്ടി അനഘയെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. 6 മാസം കഴിഞ്ഞ് പിരിയാനുള്ളതല്ലല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവാനല്ലേ. അത് നിങ്ങളെപ്പോലെ അവർക്കും പറ്റും. അച്ഛനുറപ്പാ. പിന്നെ ഇതിനൊക്കെ പുറകിൽ ഈ കുടുംബത്തിന് തീർത്താൽ തീരാത്തൊരു കടപ്പാടിന്റെ കണക്കൂടി പറയാനുണ്ട്. എന്റെ ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രം ഇവിടുന്ന് പോയവനാ നന്ദൻ. ഇപ്പോഴും അവനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ വീട്ടിലൊരു പെണ്ണ്. സ്വന്തം ജീവിതം ഇരുളിലായിട്ടും ഇപ്പോഴും അവനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിന്റെ ഏട്ടത്തിയമ്മ. നമ്മളെപ്പോലെ തന്നെ നന്ദൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാ അവന്തികയും. ഒരു തരത്തിൽ നമ്മൾ അവളോട് കാണിക്കുന്നത് വലിയ ചതിയല്ലേ മോനെ? ഞാൻ കാണിച്ച, അല്ലെങ്കിൽ എൻ്റെ മകൻ കാണിച്ച ഒരു തെറ്റിന്റെ പേരിൽ സ്വന്തം ജീവിതം ബലി കൊടുക്കാന്ന് വെച്ചാൽ വേറൊരാളെ ഊഹിക്കാൻ പറ്റുമോ നമുക്ക് അവളുടെ സ്ഥാനത്ത്? അപ്പൊ അങ്ങനെയുള്ള അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? നീ പറയും. ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈശ്വരന്റെ ത്രാസിൽ തൂക്കി നോക്കുമ്പോൾ കുറച്ചെങ്കിലും പാപം കുറഞ്ഞിരിക്കട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ് അച്ഛാ. ഏട്ടത്തിക്ക് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. നമ്മളെപ്പോലെ തന്നെ സന്ദീപിന് മനസ്സിലാവും ഇതൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഈ വിവരം എല്ലാവരോടും നമുക്ക് പറയണം ഒരു ദിവസം, ഒരു സസ്പെൻസ് ആയിട്ട്. ശരി അച്ഛാ. തൽക്കാലത്തേക്ക് എന്റെയും സച്ചേട്ടന്റെയും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ആതിരയുടെയും സന്ദീപിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക വേണ്ടത്.
അതില് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ചേച്ചിയായ എൻ്റെ ഉത്തരവാദിത്തം കൂടിയാ. ഇന്നെന്തായാലും സച്ചിനോട് അക്കാര്യം പറയണം.